Now let's see what are the type of projects. Okay, in the individual projects are those which every pupil completes in its own way. Social qualities do not develop in the pupil by completing this kind of activity. Individual project എന്ന് പറയുമ്പോൾ the name itself is self-explanatory. Individual ആയിട്ട് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു project ആണ് individual projects, and here the term they have used as pupil. Pupil means student. PUPIL, pupil. It's very different from people. PEOPP ആളുകൾ, pupil എന്ന് പറഞ്ഞാൽ student. So നമുക്കിപ്പോൾ projects കൊടുക്കുമ്പം individual projectsഉം വേണം, group projectsഉം വേണം. Okay, so the first is what they have talked about is individual project, and now let's see what is social project or group project. Social projects are those which are completed by the students of a class collectively എന്ന് പറഞ്ഞാൽ group ആയിട്ട്. Such projects develop citizenship and sociability in the students. അപ്പം ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പം അവർക്ക് ആട്രിബ്യൂട്ട്സ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ ഓരോ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കോപ്പറേഷൻ, ടോളറൻസ്, അപ്രീസിയേഷൻ, പിന്നെ എന്താണ് ടീം വർക്ക്, എല്ലാവരും കൊണ്ട് ഇപ്പം ഒരേ ഒരു മോഡൽ ഉണ്ടാക്കുവാണെങ്കിലും ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് അവർ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ദേ ക്യാൻ കൊളാബറേറ്റ് ദ വർക്ക്. സോ ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ ഗ്രൂപ്പ് ആക്ടിവിറ്റി. Okay, now according to Kilpatrick, projects can be classified into 4 groups. Let's see which are they. First is constructive group, second is aesthetic group, third is problematic group, problematic projects, fourth is drill projects. I'll repeat again: constructive project, aesthetic projects, problematic projects and drill projects. അപ്പോൾ നമ്മൾ ആ PPT നിങ്ങൾക്ക് അത് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ തന്നിട്ടുണ്ട്. എന്നാലും in constructive projects, in these the nature of work is physical, such as letter writing, digging of wells, making models and playing a drama, etc. Examples for constructive project. Aesthetic വരുമ്പം in these some artistic or aesthetic feeling is aroused. Aesthetic feeling എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫീലിനെയാണ് നമ്മൾ aesthetic എന്ന് പറയുന്നത്. such as presenting a music program, recitation of poem, etc. Example for aesthetic project. Problematic projects actually അത് നമുക്ക് പ്രീ പ്രൈമറി സെഗ്മെന്റിന് അത് ഉപയോഗിക്കാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും ലൈക്ക് ഫോർ പ്രൈമറി what I would suggest activity for them is like അവർ ഒരു 3rd standard 4th standardലൊക്കെ ആകുമ്പോൾ ലൈറ്റ് ഷാഡോ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം how does the shadow fall, the beginning of the day ഷാഡോസ് എങ്ങനെയായിരിക്കും, ഈവനിങ്ങിൽ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. പിന്നെ നമുക്ക് പ്രീ പ്രൈമറിയിൽ നമുക്ക് ഇത് തന്നെയാണ് ഇപ്പോൾ ഷാഡോസ് വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി അവർക്ക് ചെയ്യാവുന്നത് തന്നെയാണ് ഷാഡോ പപ്പറ്റ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ഒരു തീമിലൊക്കെ തന്നെ. അത് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം, വൺ ഓഫ് ദി ആക്ടിവിറ്റി. അപ്പം ഇതിൻ്റെ അകത്ത് അവർ പ്രോബ്ലമാറ്റിക്കലായിട്ട് പറയുന്നത് വൈ ഡസ് ഇറ്റ് റെയിൻ, വൈ ആർ സം ഇന്റലക്ച്വൽ പ്രോബ്ലംസ് സോൾവ് such as why as the time occurs in the tide occurs in the sea എന്നൊക്കെ. അപ്പം ഇത് നമുക്ക് ഈ പ്രോജക്ട് മെത്തേഡ് ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ all levels. പിന്നെ drill project എന്ന് പറഞ്ഞാൽ work efficiency and capacity of the people are increased by drawing a map and a sketch. So like drill activity ആയിട്ട് തന്നെ ഇപ്പം കുട്ടികൾക്ക് നമ്മൾ ഇപ്പം പ്രീ പ്രൈമറിയിൽ നമ്മൾ കുട്ടികളെ അവരുടെ ടെലിഫോൺ നമ്പർ പഠിപ്പിക്കും, ഈവൻ അവരുടെ അഡ്രസ് ലൊക്കേഷനൊക്കെ പഠിപ്പിക്കും. അപ്പം ആസ് എ ഡ്രിൽ ആക്ടിവിറ്റി നമുക്ക് അവരോട് ഇമ്പോർട്ടൻറ്റ് ലാൻഡ് മാർക്സ് that they come across when they are traveling from home to school എന്നുള്ളത് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. സോ ലാൻഡ് മാർക്സ് ആയിട്ട് വരുന്നത് എന്താണ് ഇമ്പോർട്ടൻറ്റ് ഇപ്പം ലൈക്ക് ഹോസ്പിറ്റൽസ്, ചർച്ച്, പ്ലേസ് ഓഫ് വർഷിപ്പ് ഉണ്ടെങ്കിൽ, പിന്നെ മോൾസ് ഉണ്ടെങ്കിൽ, ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് അവർക്ക് അവരുടെ ഒരു തന്നെയാണ് ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കാൻ അവരോട് നമുക്ക് പറയാം. അതൊക്കെ
one of the activity ആയിട്ട് include ചെയ്യാം. So that is all you make them think and they അവരവരുടെ ലൊക്കേഷനിൽ നിന്ന് അത് പറയുമ്പം it's each student അത് ഡിഫറെൻ്റ് ആയിരിക്കും. Okay, that's one of the kind of activity you can include for the drill project. Pinne there are other scholars who has classified the type of projects into two: simple projects and complex. നമ്മുടെ Kilpatrick has divided into 4 categories. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. Other scholars are divided into 2, keeping it as one is simple projects, the other is complex projects. ഇപ്പം സിമ്പിൾ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ in these only one activity at a time is given for completion, such as to produce one act play, compiling the collection of poems, etc. അപ്പം സിമ്പിൾ പ്രോജക്ട്സിൽ ഒരു സമയത്തിനകം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയെ നമുക്ക് സിമ്പിൾ പ്രോജക്റ്റ് എന്നും, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതൽ സമയം എടുത്ത് ചെയ്യേണ്ടത് പാർട്ട് ബൈ പാർട്സ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടതിന് നമുക്ക് കോംപ്ലക്സ് പ്രോജക്ട്സ് എന്നും പറയാം. ദ പ്രോജക്ട് ഇൻ വിച്ച് മോർ ദാൻ വൺ ആക്ടിവിറ്റി ആർ ക്യാരിഡ് ഔട്ട് ഫോർ ദി കംപ്ലീഷൻ, സച്ച് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ്, സെൻഡിങ് എ പാർസൽ, എക്സെട്ര ക്യാൻ ബി ഗിവൻ ആസ് ദി എക്സാമ്പിൾ ഫോർ കോംപ്ലക്സ് പ്രോജക്ട്സ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സയൻസ് ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ ദ ഫങ്ഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് നെർവസ് സിസ്റ്റം ഉണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, സ്കെൽറ്റൻ സിസ്റ്റം ഉണ്ട്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഇതുണ്ട്, കുറേ സിസ്റ്റംസ് ഉണ്ടല്ലോ. അപ്പം അതിനെല്ലാം തന്നെയാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിൽ വർക്ക് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹ്യൂമൻ ബോഡി എന്നുള്ള വരുന്നതെന്ന് പറയുമ്പോൾ യു ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എൻ എക്സാമ്പിൾ ഫോർ എ കോംപ്ലക്സ് പ്രോജക്റ്റ്. വേറാസ് ഇൻഡിവിജ്വലി നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം മാത്രമായിട്ട് ചെയ്യുമ്പോൾ അതിനെ നമുക്ക് സിമ്പിൾ പ്രോജക്റ്റ് എന്നും പറയാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ലെറ്റ് us see what is the principle of project method. There are 7 principles. First is principle of purpose, second is principle of activity, third is principle of experience, fourth is principle of social experience, fifth is principle of reality, sixth is principle of freedom, and 7 is principle of utility. Okay, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ പേരിൻ്റെ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവുന്ന ഫസ്റ്റ് ഷുഡ് ബി പേർപ്പസ്ഫുൾ, അത് രണ്ടാമത്തത് അത് ആക്ടിവിറ്റി ബേസ്ഡ് ആയിരിക്കണം, എന്നുവെച്ചാൽ അവരെ കൊണ്ട് അവർ ചെയ്ത് വേണം അവരെ കാര്യങ്ങൾ പഠിക്കാൻ. പ്രിൻസിപ്പിൾ ഓഫ് എക്സ്പീരിയൻസ്, അവർക്ക് അത് ചെയ്യുന്നതിൽ ദ ഷുഡ് ബി സം ലേണിംഗ് വാല്യൂ ആൻഡ് ദ ഷുഡ് എക്സ്പീരിയൻസ് ഇറ്റ്. ഇപ്പം നമ്മൾ ഇപ്പം സാൻഡ് കാസലിനും ഒക്കെ പറഞ്ഞിട്ടും അവർ ആ സാൻഡിൽ അവർ കളിച്ചിട്ടും ഇല്ല, ആ കാസലൊന്നും അവരുണ്ടാക്കിയിട്ടില്ലെങ്കിൽ വി ആർ നോട്ട് പ്രൊവൈഡിങ് ദം ദ എക്സ്പീരിയൻസ്. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ എക്സ്പീരിയൻസ്, ദാറ്റ് ഈസ് അഗെയിൻ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാൻ അവരെ പഠിപ്പിക്കണം. ദാറ്റ് ഈസ് സ്കൂൾ ഇസ് എ മിനിയേച്ചർ ഓഫ് ദ സൊസൈറ്റി എന്നാണല്ലോ. അപ്പം ആ സൊസൈറ്റിയിൽ പല ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനും അവരെല്ലാം ഒരു എന്താ പറയണ ഒരു കോർഡിയൽ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്കൂളിങ്ങിൽ. ഇപ്പം മെയിൻലി സ്കൂളിൽ ആ സോഷ്യലൈസിങ് എല്ലാം വേണമല്ലോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പം സബ്ജക്ട് പഠിപ്പിക്കാനായിട്ടാണെങ്കിൽ ഹോം ട്യൂഷൻസ് വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല, അവരുടെ ഒരു ഇതാണ് ഇമോഷണൽ ഡെവലപ്മെന്റിനും സോഷ്യൽ ഇതിനും ആ ഒരു ഗ്രൂപ്പിൽ തന്നെ അവർ അത് ഇന്ററാക്ട് ചെയ്ത് വേണം അവരത് പഠിക്കാനും. അതുകൊണ്ടാണ് നമ്മൾ ആ ഫോർമൽ ഒരു സ്കൂളിലോട്ട് തന്നെ നമ്മൾ കുട്ടികളെ ചേർക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി, ഇമാജിനറി അവർക്ക് കൊടുക്കുന്ന തന്നെയാണ് അസൈൻമെന്റ് ഒന്നും ഇമാജിനറി ആയിരിക്കരുത്, അവർക്ക് ആ റിയൽ ലൈഫായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം കൊടുക്കുന്നത്. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് 6th one, പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം. അവരുടെ ഇഷ്ടത്തിന് അവർക്കത് ചെയ്യാൻ പറ്റണം. അതിലാണ് പറഞ്ഞ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡത്തിൽ തന്നെയാണ് അവരുടെ കപ്പാസിറ്റിയും അവരുടെ എബിലിറ്റിയും അവരുടെ ഇൻട്രസ്റ്റിനും കൂടെ കൺസിഡർ ചെയ്ത് വേണം നമ്മൾ ആ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനും. അതും അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. ദെൻ ലാസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ്
യൂട്ടിലിറ്റി. ഇപ്പം ഇവരിതെല്ലാം ചെയ്തിട്ട് അത് വെറുതെ അത് ഇതിപ്പം എക്സാമ്പിൾ ഞാൻ പറഞ്ഞ ചാർട്ട് വർക്കൊക്കെ അവർ അത് കുറേ പടങ്ങളൊക്കെ ഒട്ടിച്ച് അത് അവിടെ വെച്ച് ടീച്ചറുടെ കൊടുത്ത് ടീച്ചർ റോൾ ചെയ്ത് അവിടെ എവിടെയെങ്കിലും വെച്ചാൽ ആക്ച്വലി ലൈക്ക് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി ഈസ് നോട്ട് ഹാപ്പനിങ്. അത് അപ്പം പാരൻസ് അത് ഇരുന്ന് ഒട്ടിച്ചു അത് കുട്ടി കൊണ്ടുപോയി കൊടുത്തു. അത് ഡിസ്പ്ലേ ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഡിസ്കഷൻ ഇല്ല, ഒന്നുമില്ലെങ്കിൽ ദെൻ യു ക്യാൻ കൺസിഡർ ദർ ഇസ് നോ യൂട്ടിലിറ്റി. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. So I think the next video we will complete the other portion also. Once that is completed, we will be sharing you the PPT, and for a time being I'll be putting the literature related with that. Please go through it, read it, and if you have any questions you can come back and we will solve your all the doubts. We will do a doubt clarification session. Okay.